ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെ മഴ കുറഞ്ഞിട്ടുണ്ട്, വെയിലൊക്കെ വരുന്നുണ്ട്. എന്നാലും മഴ ഇനി എവിടെയോ കിടക്കുന്നുള്ളു. എന്നാലും മഴയും വേണം വെയിലും വേണം അല്ലേ? ഈ മഴയൊന്നും പറയണ്ട. എൻ്റെ ഗാർഡനിൽ ഒത്തിരി പുല്ലായി മക്കളെ. ഇതൊരു ഡിലാമൽമിനേഷൻ ഒരു റോസ് മരമാണ്. പക്ഷേ അതിന് പുല്ലുകൾ വന്നു ഞെരിഞ്ഞമർത്തി. ഒരക്ക ഇവിടെ എനിക്ക് പുല്ലെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ വന്നിട്ടുണ്ട്. ഇനി എത്ര ദിവസം കൊണ്ട് ക്ലീൻ ആവുമെന്ന് അറിയില്ല. ഭയങ്കര പുല്ലാണ്. ഇത് ക്ലീനാക്കി എടുക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ പാവങ്ങൾ അവർ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് നിരന്തരമായ പരിചരണത്തിലൂടെ അവരെ എൻ്റെ കൂടെ കൂട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ചെടിയൊക്കെ എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? ചെടികൾക്ക് സ്യൂഡോമോണസ് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തോ? സ്പ്രേ ചെയ്ത് കൊടുത്തോ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാനിങ്ങനെ എപ്പോഴും ചെയ്യുന്നുണ്ടോ, അത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ ചെടികളും എൻ്റെ ചെടികളെക്കാളും കൂടുതൽ നന്നായിട്ട് വരാൻ വേണ്ടി മാത്രം കേട്ടോ മക്കളെ. നമ്മളെല്ലാവരും ചെടിപ്രാന്തികളല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് ഒത്തിരി നമ്മുടെ എനർജിയൊക്കെ കളഞ്ഞ് ഇതുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാ? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ. പിന്നെ ചെടികൾ മാത്രമല്ല കേട്ടോ, കുറച്ച് പച്ചക്കറികളും വേണം. എന്ത് വിലയാ പച്ചക്കറികൾ! വില മാത്രമല്ല, ഒത്തിരി വിഷമൊക്കെ അടിച്ചതല്ലേ വരുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും കുറച്ച് മുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് പയറ്, അങ്ങനെയുള്ള കുറച്ച് നിത്യോപയോഗത്തിനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സന്തോഷം, നമ്മുടെ വീടിന് സന്തോഷം, പൈസയും ലാഭം, ആരോഗ്യവും സൂപ്പറാവും അല്ലേ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം കിട്ടും. ഇപ്പോൾ എന്നെപ്പോലുള്ളവർ അസുഖത്താലൊക്കെ വിഷമിക്കുന്നവരൊക്കെ അയ്യോ എനിക്ക് വേദനയാണ്, എനിക്ക് മാത്രം അസുഖമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കരഞ്ഞിരുന്നാലേ അവിടെ ഇരുന്ന് പോകലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ അസുഖം പൂർവാധികം ശക്തി പ്രാപിക്കും. അപ്പോൾ നമ്മൾ തോൽക്കാതെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് നടന്നാൽ അതിൻ്റെ സന്തോഷം നമുക്ക് കിട്ടും, നമ്മുടെ ആരോഗ്യത്തിനുണ്ടാവും. നമ്മുടെ അസുഖങ്ങളെല്ലാം നമുക്ക് അതിനെയൊക്കെ ജയിക്കാം കേട്ടോ. പിന്നെ ചില കൂട്ടുകാരെ ഒരു ചെടികൾ വാടിപ്പോയാൽ അയ്യോ ഞാനിനി ചെടികളൊന്നും നടന്നില്ല, എനിക്ക് മതിയായി, എനിക്കാവില്ല റോസ് പ്ലാന്റും ഒന്നും, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ ചുമ്മാ. ഒരു പ്ലാന്റ് പോയാലൊന്നും നമ്മൾ തോൽക്കരുത്. ഒരു പ്ലാന്റിൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റാൽ ആർക്കാ നാണക്കേട്? നമുക്കാ നാണക്കേട്. അപ്പോൾ നിങ്ങൾ പച്ചക്കറികളും ചെടികളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ അതെല്ലാം ചെയ്യും. പിന്നെ ഇപ്പോൾ നഴ്സറികളിലെ 30 രൂപ മുതൽ റോസുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് വളർത്തുന്നവരും റോസ് വളർത്തി പരാജയപ്പെട്ടവർക്കും ചെറിയ റോസുകളൊക്കെ വാങ്ങാം. ചെറിയതെന്ന് വെച്ചാൽ ഞാൻ സൈസിൻ്റെ അല്ല ഉദ്ദേശിച്ചത്, സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്നതും എല്ലാവരും നട്ടാൽ അധികം കെയറിങ് വേണ്ടാത്തതുമായ ഒത്തിരി റോസുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മർ സ്നോ, കാശ്മീർ റോസ്, എലിസബത്ത് റോസ്, അങ്ങനെ ഒത്തിരി റോസുകൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള റോസുകൾ 1, 2, 3 വാങ്ങിച്ചിട്ട് നിങ്ങൾ നട്ടുവെക്കുക. പനീർ റോസ് ഏത് വെറൈറ്റി ആയാലും പിടിക്കും നന്നായിട്ട്. പിന്നെ ഒത്തിരി വെറൈറ്റി റോസുകൾ ആദ്യം വാങ്ങി പരാജയപ്പെടാതെ ഇങ്ങനെയുള്ള ഈസിയായ റോസുകൾ വാങ്ങി നട്ട് വളർത്തി സക്സസ് ആയതിനു ശേഷം മാത്രം വെറൈറ്റി റോസുകൾ വാങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പൈസ പോകണ്ട, നിങ്ങൾ ഒത്തിരി സങ്കടപ്പെടണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കും ഇവളെപ്പോഴും ചെടികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, മഴയത്ത് ഇവളുടെ ചെടികൾ ലീഫുകളെല്ലാം ചീഞ്ഞളിഞ്ഞു പോയെന്നും പറഞ്ഞും ഐസിയുവിലേക്ക് മാറ്റിവെച്ച റോസ് എന്തായി എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വരൂ നമുക്ക് കാണാം. ഇത് കണ്ടോ, ഐസിയുവിലേക്ക് മാറ്റിവെച്ച റോസുകളെല്ലാം സുഖം പ്രാപിച്ചു വരുന്നു. എന്തൊക്കെ കണ്ടാലും ഞാൻ തളരില്ല മക്കളെ. ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, തളരരുത് രാമൻകുട്ടി, തളരരുതെന്ന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളും അങ്ങനെ എൻ്റെ കൂട്ടുകാരും തളരാതെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ സങ്കടപ്പെടുത്താനും നമ്മളെ കരയിപ്പിക്കാനും ഒത്തിരി ആളുകൾ ഈ ലോകത്ത് ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ സന്തോഷിക്കണമെങ്കിലാ നമ്മൾ തന്നെ വേണ്ടേ? നമുക്ക് സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം.
അപ്പോൾ ചെടി ആയാലും എന്തായാലും നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തണം, നിങ്ങളുടെ കൈകളിലാണ് കേട്ടോ. എൻ്റെ ചെടികൾ ലീഫെല്ലാം പോയി, സ്റ്റമ്മുകളൊക്കെ ചീത്തയായി അഴുകിപ്പോയായിരുന്നു. വേറൊന്നും പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് സ്ഥലമില്ലാത്ത കാരണം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചത്. അതുങ്ങൾക്ക് ശ്വാസം വിടാനുള്ള സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ ഈ 15 ദിവസം നിർത്താതെയുള്ള മഴയത്ത് ചെടികളുടെ ലീഫുകളെല്ലാം അഴുകിപ്പോയി, കുറച്ച് തളിർപ്പുകളൊക്കെ പോയി. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ചിട്ട്, ഇത് അവളും മരം ഇപ്പോൾ സുഖം പ്രാപിച്ച് വരുന്നു കണ്ട. പിന്നെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ആകത്തില്ല. നമ്മളുടെ നിരന്തരമായ പ്രയത്നത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളും വിഷമിക്കരുത്. ഒരു ചെടി പോയോ 2 ചെടി പോയോ എന്നൊന്നും പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞിരിക്കാതെ അതുങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു വളമല്ല, പല വളങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 രൂപ പോലും ചിലവില്ലാത്ത വളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെറിയ പൈസയുള്ള വളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ എല്ലാം ചെയ്തില്ലെങ്കിലും ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. ഇത് കണ്ടോ, തളിർപ്പൊക്കെ വരുന്നത് കണ്ടോ. അപ്പോൾ ഈ തളിർപ്പൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത വളം കൊടുക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല. സീഡോമോണസ് ചുവട്ടിലൊഴിച്ച് കൊടുത്തോ, സ്പ്രേ ചെയ്ത് കൊടുത്തോ. അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടപ്പൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ നമ്മുടെ നിലക്കടലയുടെ പിണ്ണാക്കില്ലേ, ഇതെല്ലാം കൂടി പൗഡർ രൂപത്തിലാക്കിയിട്ട് 1, 2, 3 സ്പൂണ് ചെടികളുടെ ചുവടിളക്കിയ ചെടികളുടെ ചുവട്ടിൽ തട്ടാതെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെയിലും ഉണ്ട്, അപ്പോൾ നല്ലതാണ്. പിന്നെ ലിക്വിഡായിട്ടുള്ള വളങ്ങളൊന്നും ഒത്തിരി കൊടുക്കണ്ട. പിന്നെ മഴയില്ലാതെ വെയിലുള്ള കൂട്ടുകാരോട് മാത്രമാണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കണം എല്ലാവരും. കുറച്ച് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക, അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചുവട് ഇളക്കിയിട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സിൽ താഴെ, അതായത് 1/4 ഗ്ലാസ് ആയാലും മതി, ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെയിലുള്ള ടൈമിൽ മാത്രം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം, ശുദ്ധമായ മഞ്ഞൾപ്പൊടി ആയിരിക്കണം. എന്ന് വെച്ച് ഞാൻ പറയുന്നത് ശുദ്ധമായ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അല്ല, അതിനത്രയും ഗുണമില്ല കേട്ടോ. അങ്ങനെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി കിട്ടാത്തവരെ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് വെക്കുക, എന്നിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കുക. വെള്ളം കൂട്ടണം കേട്ടോ, ഒത്തിരി ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ കുഞ്ഞ് ലൈക്ക് അടിക്കാനും ചെറിയ അഭിപ്രായങ്ങളെല്ലാം ചെറിയ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ അറിയിക്കാനും മറക്കരുത്. നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ.